എല്ലാവർക്കും മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾ കഠിനാധ്വാനം ചെയ്യൂ, വിജയം നിങ്ങളെ തേടി വരുമെന്ന് മടുപ്പിക്കുന്ന ചില ഉപദേശങ്ങൾ നൽകാനല്ല. കാരണം അതൊക്കെ നമ്മൾ ദിവസവും കേൾക്കുന്നതാണ്. ഞാനിന്ന് സംസാരിക്കാൻ പോകുന്നത് ജീവിതത്തിലെ ചില പച്ചയായ യാഥാർത്ഥ്യങ്ങളെക്കുറിച്ചാണ്. നമ്മളിൽ പലരും രാവിലെ എഴുന്നേൽക്കുന്നത് ഒരു വലിയ ലക്ഷ്യത്തോടെയല്ല, മറിച്ച് ദിവസേനയുള്ള പ്രതിസന്ധികളോട് മല്ലടിക്കാനാണ്. കയ്യിൽ പണമില്ലാത്ത അവസ്ഥ, ഭാവിയെക്കുറിച്ചുള്ള പേടി, മറ്റുള്ളവരുടെ പരിഹാസങ്ങൾ, മാനസികമായ തളർച്ച, ഇതിനിടയിലാണ് പലരും നമ്മളോട് വന്ന് പോസിറ്റീവായിരിക്കൂ എന്ന് പറയുന്നത്. എന്നാൽ ഓർക്കുക, ജീവിതം എപ്പോഴും പോസിറ്റീവായിരിക്കില്ല. വീഴുന്നതും തളരുന്നതും മനുഷ്യ സഹജമാണ്. അങ്ങനെയുള്ള അവസ്ഥയിൽ നിന്ന് എങ്ങനെ നമ്മളെ തന്നെ മാറ്റിയെടുക്കാം എന്നതിനെക്കുറിച്ചാണ് ഇനി നമ്മൾ സംസാരിക്കാൻ പോകുന്നത്. മുഖ്യഭാഗം: ഡോപാമിൻ കെണിയും തലച്ചോറിൻ്റെ കളിപ്പാവകളും. വിജയിക്കാതിരിക്കാൻ നമ്മൾ പറയുന്ന ഏറ്റവും വലിയ കാരണം മടിയെന്നാണ്. എന്നാൽ സയൻസ് പറയുന്നത് ഇതിന് കാരണം നിങ്ങളുടെ തലച്ചോറിലെ ഡോപാമിൻ എന്ന രാസവസ്തുവാണെന്നാണ്. മണിക്കൂറുകളോളം ഇൻസ്റ്റഗ്രാം റീൽസ് കാണുമ്പോൾ തലച്ചോറിന് പെട്ടെന്ന് സന്തോഷം കിട്ടുന്നു. എന്നാൽ ഒരു ലക്ഷ്യത്തിന് വേണ്ടി പഠിക്കുകയോ ജോലി ചെയ്യുകയോ ചെയ്യുമ്പോൾ റിസൾട്ട് കിട്ടാൻ മാസങ്ങളെടുക്കും. നമ്മൾ ഈ താൽക്കാലിക സന്തോഷങ്ങൾക്ക് പിന്നാലെ പോകുമ്പോൾ നമ്മുടെ ഭാവി തകരുകയാണ് ചെയ്യുന്നത്. മോട്ടിവേഷൻ കൊണ്ട് ഇതിനെ മാറ്റാൻ കഴിയില്ല. കൃത്യമായ സ്വയം നിയന്ത്രണം കൊണ്ട് മാത്രമേ ഇതിനെ തകർക്കാൻ കഴിയൂ. ആരും നിങ്ങളെ രക്ഷിക്കാൻ വരില്ല. സിനിമകളിലേതുപോലെ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങൾ വരുമ്പോൾ നമ്മളെ രക്ഷിക്കാൻ ഒരു നായകൻ അവതരിക്കില്ല. കൂട്ടുകാർക്കും കുടുംബത്തിനും ഒരു പരിധിവരെ മാത്രമേ ഒപ്പം നിൽക്കാൻ കഴിയൂ. ഇരുട്ടത്ത് സ്വന്തം നിഴൽ പോലും നമ്മളെ കൈവിടും. അതുകൊണ്ട് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തം നിങ്ങൾ തന്നെ ഏറ്റെടുക്കുക. എൻ്റെ ഇന്നത്തെ അവസ്ഥയ്ക്ക് കാരണം മറ്റുള്ളവരാണ് എന്ന് പറയുന്ന നിമിഷം നിങ്ങൾ നിങ്ങളുടെ നിയന്ത്രണം അവർക്ക് കൊടുക്കുകയാണ് ചെയ്യുന്നത്. കംഫർട്ട് സോൺ എന്ന ചതിക്കുഴി. നമുക്ക് വലിയ ബുദ്ധിമുട്ടുകളില്ലാതെ സുരക്ഷിതമായി ഇരിക്കാൻ പറ്റുന്ന ഒരിടമുണ്ട്, നമ്മുടെ കംഫർട്ട് സോൺ ആണത്. അവിടെ സങ്കടങ്ങൾ കുറവായിരിക്കാം, പക്ഷെ അവിടെ ഒരു വളർച്ചയും ഉണ്ടാകില്ല. ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാൻ മടിയുള്ള പേടിയുള്ള കാര്യങ്ങൾ ചെയ്യാൻ നിങ്ങൾ തയ്യാറാകണം. ആ അസ്വസ്ഥതയാണ് ഒരു മനുഷ്യനെ മാറ്റിയെടുക്കുന്നത്. പലരും പലപ്പോഴെങ്കിലും കേട്ടിട്ടുണ്ടാകും, ജീവിതം ഒരു പൂന്തോട്ടമാണ്, അല്ലെങ്കിൽ ജീവിതം ഒരു പോരാട്ടമാണ് എന്നൊക്കെ. എന്നാൽ സത്യസന്ധമായി പറഞ്ഞാൽ ജീവിതം ഇതൊന്നുമല്ല. ജീവിതം എന്നത് അപ്രതീക്ഷിതമായ പ്രതിസന്ധികളും നമ്മൾ വിചാരിക്കാത്ത തിരിവുകളും നിറഞ്ഞ ഒരു വലിയ കടങ്കഥയാണ്. ഇന്ന് ഞാനിവിടെ നിൽക്കുന്നത് നിങ്ങൾക്ക് നടക്കാത്ത സ്വപ്നങ്ങൾ തരാനല്ല, മറിച്ച് നമ്മൾ ജീവിക്കുന്ന ഈ യഥാർത്ഥ ജീവിതത്തെ എങ്ങനെ കൂടുതൽ വ്യക്തതയോടെ കാണാമെന്ന് സംസാരിക്കാനാണ്. നമ്മൾ എത്ര നല്ല കാര്യങ്ങൾ ചെയ്താലും എത്ര ആത്മാർത്ഥത കാണിച്ചാലും ചിലപ്പോൾ നമുക്ക് തിരിച്ചു കിട്ടുന്നത് വലിയ ചതികളോ പരാജയങ്ങളോ ആകാം. ഞാൻ ആർക്കും ഒരു ദ്രോഹവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെന്താ എനിക്കിങ്ങനെ സംഭവിച്ചത് എന്ന് ചോദിക്കുന്നതിൽ അർത്ഥമില്ല. കാരണം ജീവിതം ഒരു പരീക്ഷാ ഹാളല്ല. നല്ലത് ചെയ്താൽ ഉടൻ മാർക്ക് കിട്ടാൻ ഈ ലോകം അതിൻ്റെ വഴിക്ക് പോകും. അവിടെ സംഭവിക്കുന്ന നല്ലതിനെയും ചീത്തയെയും ഒരുപോലെ നേരിടാൻ പാകത്തിലുള്ള മാനസികാവസ്ഥ നമ്മൾ ഉണ്ടാക്കിയെടുക്കുക മാത്രമാണ് ഏക വഴി. മാറ്റങ്ങളെ അംഗീകരിക്കുക, മനുഷ്യരെയും. നമ്മുടെ ജീവിതത്തിൽ ഇന്നു കൂടെയുള്ള പലരും നാളെ ഉണ്ടാകണമെന്നില്ല. സാഹചര്യങ്ങൾ മാറുമ്പോൾ ആളുകളുടെ മുൻഗണനകൾ മാറും. ജീവനേക്കാൾ സ്നേഹിച്ച സുഹൃത്തുക്കൾ അകന്നു പോകാം, വിശ്വസിച്ചവർ കൈവിടാം. അത് കണ്ട് തകർന്നു പോകരുത്. മാറ്റം മാത്രമാണ് ശാശ്വതം. ഒരാൾ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പോകുമ്പോൾ അവൾ നിങ്ങളുടെ ജീവിതത്തിൽ അവരുടെ റോൾ ഭംഗിയായി അവസാനിപ്പിച്ചു എന്ന് മാത്രം കരുതുക. ആരോടും വിദ്വേഷം വെക്കാതെ മുന്നോട്ട് പോവുകയാണ് വേണ്ടത്. പണത്തിൻ്റെ യഥാർത്ഥ മൂല്യം തിരിച്ചറിയുക. പണം കൊണ്ടുണ്ടാക്കുന്നതല്ല ജീവിതമെന്ന് പറയുന്നത് സാമ്പത്തിക ഭദ്രതയുള്ളവരാണ്. എന്നാൽ യഥാർത്ഥ ജീവിതത്തിൽ നിങ്ങളുടെ അക്കൗണ്ടിലുള്ള പണം നിങ്ങളെ പല പ്രതിസന്ധികളിൽ നിന്നും മാനസികമായ തകർച്ചകളിൽ നിന്നും രക്ഷിക്കും. പണം സർവ്വശക്തനല്ലായിരിക്കാം, പക്ഷേ അത് നിങ്ങൾക്ക് ആത്മാഭിമാനത്തോടെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം തരും. അതുകൊണ്ട് അനാവശ്യമായ ധൂർത്തുകൾ ഒഴിവാക്കി സ്വന്തം കാലിൽ നിൽക്കാനുള്ള സാമ്പത്തിക അടിത്തറ ഉണ്ടാക്കുക എന്നത് ജീവിതത്തിലെ ഏറ്റവും വലിയ മോട്ടിവേഷനാണ്. നിങ്ങളുടെ സമാധാനം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. നമ്മുടെ സന്തോഷത്തിൻ്റെ റിമോട്ട് കൺട്രോൾ നമ്മൾ മറ്റുള്ളവരുടെ കയ്യിലാണ് കൊടുത്തിരിക്കുന്നത്. ഒരാൾ വന്ന് ചീത്ത പറഞ്ഞാൽ നമ്മൾ സങ്കടപ്പെടും, ഒരാൾ പുകഴ്ത്തിയാൽ സന്തോഷിക്കും. മറ്റുള്ളവരുടെ വാക്കുകൾക്ക് നിങ്ങളുടെ ദിവസത്തെ നശിപ്പിക്കാൻ അനുവാദം കൊടുക്കരുത്. നിങ്ങളെ വേദനിപ്പിക്കുന്ന നെഗറ്റിവിറ്റി മാത്രം തരുന്ന ആളുകളിൽ നിന്നും സാഹചര്യങ്ങളിൽ നിന്നും സൈലൻ്റായി അകലുക. അതിരുകൾ നിശ്ചയിക്കുന്നത് സ്വാർത്ഥതയല്ല, അത് സ്വയം സംരക്ഷണമാണ്. ഇന്നിൽ ജീവിക്കുക. നമ്മളിൽ ഭൂരിഭാഗം പേരും ജീവിക്കുന്നത് ഒന്നെങ്കിൽ കഴിഞ്ഞുപോയ സങ്കടങ്ങളിലാണ്, അല്ലെങ്കിൽ വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ചുള്ള ആകുലതകളിലാണ്. ഈ രണ്ട് ചിന്തകളും നമ്മുടെ കയ്യിലുള്ള ഇന്ന് എന്ന മനോഹരമായ നിമിഷത്തെ ഇല്ലാതാക്കുന്നു. നാളെയെക്കുറിച്ച് പ്ലാൻ ചെയ്യുക, പക്ഷേ ഇന്നത്തെ ദിവസത്തെ ആസ്വദിക്കാൻ മറക്കരുത്. ഒരു നല്ല ചായ കുടിക്കുമ്പോഴോ മഴ കാണുമ്പോഴോ പ്രിയപ്പെട്ടവരോട് സംസാരിക്കുമ്പോഴോ ഉള്ള ആ ചെറിയ സന്തോഷമാണ് യഥാർത്ഥ ജീവിതം. നിങ്ങളുടെ ഏകാന്തതയാണ് നിങ്ങളുടെ ഏറ്റവും വലിയ അധ്യാപകൻ.
നമ്മൾ എപ്പോഴും ആളുകളുടെ ഇടയിൽ ആയിരിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം തനിച്ചിരിക്കുമ്പോൾ നമ്മുടെ ഉള്ളിലെ ഭയങ്ങളും ചോദ്യങ്ങളും നമ്മളെ വേട്ടയാടാൻ തുടങ്ങും. എന്നാൽ ഓർക്കുക, കൂട്ടം കൂടി ജീവിക്കുന്നത് ആടുകളാണ്, സിംഹമല്ല. നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ തീരുമാനങ്ങൾ എടുക്കേണ്ടി വന്നതും ഏറ്റവും വലിയ പ്രതിസന്ധികളെ നേരിടേണ്ടി വരുന്നതും നിങ്ങൾ തനിച്ചായിരിക്കുമ്പോഴാണ്. ആ ഏകാന്തതയെ ഭയപ്പെടരുത്. പകരം അതിനെ നിങ്ങളുടെ കരുത്താക്കി മാറ്റുക. നിങ്ങളോട് തന്നെ സംസാരിക്കാൻ പഠിക്കുന്നതിനേക്കാൾ വലിയൊരു മോട്ടിവേഷൻ ഈ ലോകത്തില്ല. ഇവിടെ ആരും പെർഫെക്റ്റ് അല്ല. നമ്മൾ എപ്പോഴും വിചാരിക്കും മറ്റുള്ളവരെല്ലാം എത്ര സന്തോഷത്തോടെ ജീവിക്കുന്നു, അവർക്ക് വ്യക്തതയുണ്ട് എന്ന്. എന്നാൽ സത്യം എന്തെന്നാൽ ഇവിടെ ആർക്കും ഒന്നും അറിയില്ല. എല്ലാവരും ഓരോ ദിവസവും പുതിയ കാര്യങ്ങൾ പരീക്ഷിച്ച് ജീവിക്കുകയാണ്. പുറമേക്ക് വലിയ ആത്മവിശ്വാസം കാണിക്കുന്നവർ പോലും ഉള്ളിൽ ഭയപ്പെടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങളുടെ പോരായ്മകളെ ഓർത്ത് സ്വയം കുറ്റപ്പെടുത്തുന്നത് നിർത്തുക. തെറ്റുകൾ വരുത്തുന്നത് മനുഷ്യനാണ്. ആ തെറ്റുകളിൽ നിന്ന് പാഠം പഠിച്ച് മുന്നോട്ട് പോകുന്നതാണ് ജീവിതം. സമയത്തിൻ്റെ ക്രൂരത. ജീവിതത്തിൽ നമുക്ക് നഷ്ടപ്പെട്ട പണമോ സൗഹൃദങ്ങളോ ജോലിയോ ഒക്കെ ഒരുപക്ഷെ കഠിനാധ്വാനം ചെയ്താൽ തിരിച്ചു പിടിക്കാൻ കഴിഞ്ഞേക്കാം. എന്നാൽ ഒരിക്കലും തിരിച്ചു പിടിക്കാൻ കഴിയാത്ത ഒന്നുണ്ട്, അത് സമയമാണ്. നമ്മൾ നാളെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റിവെക്കുന്ന ഓരോ നിമിഷവും നമ്മുടെ ജീവിതത്തിൻ്റെ ആകെ നീളത്തിൽ നിന്നാണ് കുറയുന്നത്. സമയം ആർക്കും വേണ്ടി കാത്തു നിൽക്കാറില്ല. അത് രാജാവായാലും ഭിക്ഷക്കാരനായാലും ഒരുപോലെയാണ് പെരുമാറുന്നത്. നിങ്ങളുടെ സമയത്തെ എന്തിനു വേണ്ടി ചെലവഴിക്കുന്നു എന്നത് തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ മൂല്യം നിശ്ചയിക്കുന്നത്. അമിതമായ പ്രതീക്ഷകൾ വലിയ കെണിയാണ്. നമ്മുടെ സങ്കടങ്ങളുടെ ഒരേ ഒരു കാരണം മറ്റുള്ളവരിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഞാൻ അവരെ സഹായിച്ചതല്ലേ അവർ എന്നെയും സഹായിക്കും, അവർ എന്നെ മനസ്സിലാക്കും എന്നൊക്കെയുള്ള പ്രതീക്ഷകൾ പലപ്പോഴും നിരാശ മാത്രമാണ് സമ്മാനിക്കുക. മറ്റുള്ളവരിൽ നിന്ന് ഒന്നും പ്രതീക്ഷിക്കാതിരിക്കുക. ആരെങ്കിലും നിങ്ങൾക്ക് നല്ലത് ചെയ്താൽ അതിൽ സന്തോഷിക്കുക, ഇല്ലെങ്കിൽ പരാതിപ്പെടാതിരിക്കുക. പ്രതീക്ഷകൾ സ്വന്തം കഠിനാധ്വാനത്തിന് മാത്രം അർപ്പിക്കുക.